ഹായ് കൂട്ടുകാരെ, ആഞ്ചലീനാസ് ആർട്ട് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജി അനൂപ്. ഇന്ന് നമ്മൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നിസ്സാരമായിട്ടൊരു തുകയ്ക്ക്, അതായത് ഒരു 50 രൂപയ്ക്ക് നമുക്ക് ഒരു നല്ല അത്യുഗ്രൻ ഒരു ഷോ പീസ് നമുക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉണക്ക കമ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 പീസസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള 2 ഉണക്ക പീസസ് വെച്ച് കമ്പെടുക്കുക. ഇപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് കുത്തി ഒരു മരം പോലെ ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആ പേപ്പർ ഗ്ലാസ് ഞാൻ ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വിഡ്ത്ത് മതി നമുക്കതിൻ്റെ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിത് ആദ്യം ഫിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളമായിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പേസ്റ്റ് പോലെ കിട്ടും. അത് പെട്ടെന്ന് സ്റ്റിക്കായി വരും. അപ്പം അത് നമുക്ക് ആ സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് നമ്മളത് പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി പോകും. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ പേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും പൊടി എടുത്തിട്ടുണ്ട്. ആ പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കാൻ പോവാണ്. വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിനകത്ത്. കുറച്ച് പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് ആ ഒരു ലൂസായി പോയി. ഈ ഒരു പേപ്പർ കപ്പിലേക്ക് നമുക്കത് ഒഴിച്ചെടുക്കാം. അപ്പം ഇത് ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 പീസസാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നടുക്കേക്ക് നമുക്കത് പ്രസ് ചെയ്ത് വെക്കാം. ഇത് ഉണങ്ങുന്നതിന് വരെ നമുക്കിത് പിടിച്ചുകൊണ്ടിരിക്കണം, കാരണം അത് ഫിക്സ് ആവുന്നതിന് വരെ സമയമെടുക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സ്റ്റോൺസ് എടുത്ത് വെക്കാം. കാരണം നമുക്ക് ഈ പേപ്പർ കവർ എടുത്ത് കളയേണ്ടതാണ്. അപ്പോൾ എടുത്ത് കളയുമ്പം അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി, മണ്ണിൽ നിൽക്കുന്ന ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടി നമുക്കിതിന് ചുറ്റും ചെറിയ പീസസ് സ്റ്റോൺസ് വയ്ക്കുവാണ്. ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഡ്രൈ ആവുന്നതിന് വരെ നമുക്ക് നോക്കിയിരിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വശം ഈ ഒരു വ്യൂവിലാണ് വരുന്നത്. മിച്ചം വന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഞാനൊരു ചെറിയ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് പേപ്പറിൽ ജസ്റ്റ് എടുത്ത് വെക്കുവാണ്. നമുക്കിത് ഡ്രൈ ആയിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട്, ട്രീയിൽ നമുക്ക് ഫ്ലവേഴ്സ് പോലെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുവേണ്ടി ഞങ്ങൾക്ക് ചെറിയ ബോൾസ് പോലെ എടുത്ത് വെക്കുവാണ്.
ഡ്രൈ ആവുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ഷേപ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പോൾ ഉണങ്ങി വരുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. അപ്പം നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിൻ്റെ പേപ്പർ ഗ്ലാസ് നമുക്കിത് പറിച്ചെടുക്കാം. പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം അതാണ്. നമുക്ക് ഇത് ഫുൾ ഉണങ്ങിയിട്ടില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും പേപ്പർ ഗ്ലാസ് ആണെങ്കിൽ. അപ്പം നമ്മൾ ഇത് ഫുൾ ഉണങ്ങിയിട്ടില്ല, ഇച്ചിരി ചെറിയൊരു വെറ്റ്നെസ് ഉണ്ട്. നമുക്കത് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ഇത് ഫുള്ളായിട്ട് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രാഞ്ചസിനൊക്കെ ഒരു മരത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ബ്രൗൺ കളർ പോലെ, ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കൊടുക്കാം. ഇത് ഓൾറെഡി ഒരു കളറുണ്ട്, ഇതിൻ്റെ ഒറിജിനൽ ഇതിൻ്റെ കളറാണ്. പക്ഷെ നമുക്കത് ഒരു ഫിനിഷിങ് വരാൻ വേണ്ടി നമുക്കൊരു ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ 3 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ബ്ലാക്കും കൂടെ എടുത്തിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇതിൽ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അക്രിലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രാഞ്ചസിന് ഫുള്ള് ബ്രൗണും ബ്ലാക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസ് കോട്ടും കൂടെ നമുക്ക് കൊടുക്കാം. അത് ബ്രൗൺ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴ്വശത്ത് കല്ല് വെച്ചിരിക്കുന്നതും ചെറിയ ബ്ലണ്ടായിട്ടുള്ള ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. ഈ ബേസിന് നമുക്ക് ബ്രൗണും ബ്ലാക്കും കൂടെയുള്ള മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. നമ്മൾ ട്രിയൽ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് നേരത്തെ വെച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം കൂടെ ഉപയോഗിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സ് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു കറക്റ്റ് ഷേപ്പ് വരുന്നില്ല. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്ത് നമുക്ക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് കുഴച്ചെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിന് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ വെള്ളം മാത്രം ഉപയോഗിച്ച് കുഴച്ചുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് തിക്കായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഷേപ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വൈറ്റ് സിമെൻ്റ് ആണ്, അല്ലെങ്കിൽ പുട്ടി പൗഡർ. അതിന് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. എന്നാലേ അതിന് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ല ഉണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഷേപ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഷേപ്പിലുള്ള കുറച്ച് ഫ്ലവേഴ്സ്. നമുക്ക് പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ഉപയോഗിക്കാം. കാരണം ട്രീയിലാണ്, അപ്പം ദൂരെ നിന്നുള്ള അപ്പിയറൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത് ഒത്തിരി വലിയ ഫ്ലവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ട്രീ ചെറുതല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പല ഷേപ്പും പല സൈസും ഉള്ളത്
ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ഫ്ലവേഴ്സ് ജസ്റ്റ് പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചതുപോലെ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചില്ലായിരുന്നു. ഇതിനകത്തേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് പല ഷേപ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉണങ്ങി വന്നപ്പോഴത്തേനത് ഷേപ്പൊക്കെ പല രീതിയിലാണ്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ചെറിയ സൈസാണ്. അപ്പോൾ ഞാനത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കളേഴ്സ് മിക്സ് ചെയ്ത് കളറ് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് കളർ കൊടുക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാനിത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കളർ കൊടുക്കാൻ പോവാണ്. കളർ ഇതിനകത്തിലോട്ട് ആഡ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതെല്ലായിടത്തേക്കും ആയിക്കോളും. ക്രിംസൺ റെഡാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് വൈറ്റ് വരുന്നുണ്ട്. സാരമില്ല, നമുക്ക് ഫുള്ളായിട്ട് അകത്തേക്ക് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അകത്ത് നമുക്ക് കാണുന്ന അനുസരിച്ച് നമുക്ക് വൈറ്റ് ഇച്ചിരി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് കളർ കൊടുക്കാം. ഇതൊരു പിങ്ക് മിക്സ് കളറാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇച്ചിരി വൈറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി ലൈറ്റ് കളറായിട്ട് വരും. അപ്പം എല്ലാം ഒരേ ഷെയ്ഡിൽ വരാതെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് പൂക്കൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഇച്ചിരി വൈറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ഡ്രോപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് മിക്സ് ആവില്ല. ഇതിൻ്റെ കളർ ഇച്ചിരി ലൈറ്റ് കാണാം. കുറച്ചും കൂടെ ലൈറ്റ് ആക്കാം. ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുണ്ടാക്കിയ ട്രീയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ട്രീ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഓൾറെഡി എല്ലാം ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാൻ ഗ്ലൂ വെച്ചാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടത്തില്ല. ഫെവിക്കോൾ ഉപയോഗിച്ചാലും ഇത് പടർന്നു പോകും. കാരണം ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്ലാൻ ഗ്ലൂ ഉപയോഗിച്ച് ഇത് ഫിക്സ് ചെയ്യാം. വലിയ ഫ്ലവേഴ്സാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, അതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾ കണ്ടോ എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു എങ്കിൽ പോലും അധികം അങ്ങ് നമുക്ക് കാശ് ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷോ പീസാണിത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കിലോയ്ക്ക് 15 രൂപയോ 10 രൂപയൊക്കെ ആവുള്ളൂ. പിന്നെ വൈറ്റ് സിമെൻറ്റുമാണ്. നമുക്ക് ഇതിനാകെ ഒരു 1/4 കിലോ പോലും വേണ്ട. അപ്പം എല്ലാം കൂടി നമുക്കൊരു 50 രൂപ ചിലവ് ആവുള്ളൂ. മാക്സിമം പോയാലാണ് 50 രൂപ ചിലവ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് വേഗം ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നമുക്ക് പോയി, ഇപ്പോൾ കോവിഡൊക്കെയാണ്, നമുക്ക് പോയി വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, നമുക്ക് കടയിൽ പോലും പോവാതെ, നമുക്ക് ജസ്റ്റ് ഇതുപോലെ നിസ്സാര കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ഡൈനിങ് ടേബിളിൽ വെക്കാനായിട്ട്, ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയാസ് കിട്ടിക്കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്ന് വേറെ പല ഐഡിയാസ് അവർക്ക് കിട്ടുന്നതാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേന്. അപ്പോൾ നിങ്ങളിത് അവർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താലേ അവർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.